ഹലോ ഫ്രണ്ട്സ്, ഹായ്. ഈ വീഡിയോ ഞാൻ ഷെയർ ചെയ്യാൻ വന്നത് ജിയോ 4Gയുടെ സ്പീഡ് എങ്ങനെ കൂട്ടുക എന്നുള്ളതാണ്. ഓക്കെ, നമുക്കിപ്പോൾ എത്ര സ്പീഡ് കിട്ടുന്നുണ്ടെന്ന് നോക്കാം. See the speed. (27, 28, 32 KB, 22 KB, 18.8, 26, 28, 19, 20, 24 അങ്ങനെ പോകുന്നതാണ്. സ്പീഡ് കുറവാണല്ലേ. പിന്നെ എൻ്റെ റേഞ്ചും കുറവാണ്, അപ്പോൾ എനിക്കത്ര സ്പീഡ് കിട്ടുന്നുള്ളൂ. എൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ അധിക ടൈമിലും ആ ഒരു കട്ട പോലും ഉണ്ടാവില്ല. ഓക്കെ, നമുക്കിനി ട്രിക്ക് ചെയ്ത് നോക്കാം, സ്പീഡ് കൂടുന്നുണ്ടോ ഇല്ലയെന്ന് നോക്കാം. ഞാനിത് ഈ ഡൗൺലോഡിങ് ഞാൻ പോസ് ചെയ്യാണ്. ഓക്കെ, നമ്മൾ ഈ ട്രിക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആക്സ്പോൺ നെയിം വെച്ചാണ് ചെയ്യുന്നത്. നമുക്കൊരു പുതിയൊരു ആക്സ്പോൺ നെയിം ഉണ്ടാക്കേണ്ടതുണ്ട്. നെറ്റ് നമുക്ക് ഓഫ് ചെയ്യാം. ഓക്കെ, ഞാൻ S4 ആക്റ്റീവാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ആക്സ്പോൺ നെയിം വരുന്നത് മോർ നെറ്റ്വർക്ക്സ്, മൊബൈൽ നെറ്റ്വർക്ക്സ്, ആക്സ്പോൺ നെയിം. അത് എല്ലാ ഫോണിലും ഒരേപോലെ, ഡിപ്പെൻഡിങ് ഓൺ ദ ഫോൺസ് അത് മാറും. നിങ്ങളുടെ ഫോൺ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കില്ല മെനു ഓപ്ഷൻസ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ആക്സ്പോൺ നെയിംസ് ഓർ APN കണ്ടുപിടിക്കാം. എന്നിട്ട് അതിൽ പുതിയൊരു APN, ന്യൂ APN ക്രിയേറ്റ് ചെയ്യാം. നമുക്കൊരു പുതിയതുണ്ടാക്കാം, ഒന്നുണ്ടാക്കാം. APN നെയിം എന്തോ ആവാം. ഞാനിവിടെ ജിയോനെറ്റ് എന്നാണ് കൊടുക്കുന്നത്. APN ഷുഡ് ബി ജിയോനെറ്റ് തന്നെ വേണം. APN വേണം. ഓക്കെ, APN ജിയോനെറ്റ്. പ്രോക്സി ഒന്നും വേണ്ട. പോർട്ടിൽ നമുക്ക് 8080 കൊടുക്കാം. ദെൻ സെർവറിൽ നമ്മൾ കൊടുക്കേണ്ടത് www.wf geo5 then %symbol geo5% 4g.com. ഓക്കെ, സെർവറിൽ നമുക്ക് ഇങ്ങനെ കൊടുക്കാം. ദെൻ ഒതൻറ്റിക്കേഷൻ ടൈപ്പ് സെക്കൻഡ് വൺ PAP സെലക്ട് ചെയ്യാം. ദെൻ APN പ്രോട്ടോകോൾ ലാസ്റ്റ് വൺ IPv4/IPv6 അത് സെലക്ട് ചെയ്യാം. റോമിംഗ് പ്രോട്ടോകോൾ സെയിം തന്നെ, ലാസ്റ്റത്തെ സെലക്ട് ചെയ്യാം. ദെൻ BRR നമ്മൾ ഫസ്റ്റ് വൺ LTE സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഒരു APN ഉണ്ടാക്കി കഴിഞ്ഞു. കുറച്ച് സെറ്റിങ്സൊക്കെ ഉള്ള ഒരു APN ഉണ്ടാക്കി. നമുക്കത് സേവ് ചെയ്യാം. ഓക്കെ, നമ്മൾ ആദ്യം ഉപയോഗിച്ച APN ആണ് മേലെ കാണുന്നത്. ഇനി നമുക്ക് പുതിയത് ഉണ്ടാക്കിയ APN സെലക്ട് ചെയ്തിട്ട് നമുക്ക് നെറ്റ് സ്പീഡ് എത്ര ഉണ്ടെന്ന് നോക്കാം. ഓക്കെ, നമുക്കിനി സ്പീഡൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം.
നോക്കൂ, ഇപ്പോൾ 100ൻ്റെ മേലെ എത്തി. 93, 110. കണ്ടില്ല, സ്പീഡ് അധിക ടൈമിന് 50ൻ്റെ മേലുണ്ട്. എൻ്റേത് റേഞ്ച് കുറവുള്ളൊരു ഏരിയ ആയതുകൊണ്ടാണ് ഇത്ര. ഫുൾ റേഞ്ചുള്ള ഏരിയയിൽ നല്ല സ്പീഡ് കിട്ടും. നമുക്ക് ജസ്റ്റ് ഒരു വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓൺലൈൻ വീഡിയോ ബഫറിങ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ജിയോ ടി വിയിലൊരു ചാനൽ നമുക്ക് എടുത്തു പോകും. ഞാൻ ഈ ഫസ്റ്റ് കാണുന്ന ജിയോ സ്പോർട്സ് തന്നെ ഒന്ന് ചെയ്യാണ്. കണ്ടില്ലേ? നമുക്ക് ബഫറിങ് ഇല്ലാതെ ഇപ്പോൾ വീഡിയോ കാണാം. നമ്മളെ ജിയോയുടെ ആദ്യ ടൈമിൽ സ്പീഡാണ് നമുക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫ്രണ്ട്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു, ബൈ.